ഇവരാരും എന്നെ പുരോഗമനം പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. ആ ഒരു പോസ്റ്റ് പറയുമ്പോൾ പോലും ഇപ്പൊ എനിക്ക് ചെറിയൊരു ട്രോമയ്ക്ക് വരും. അതെങ്ങനെയാണ് ഞാൻ മുസ്ലിം മത വിദ്വേഷിയാവും? ഈ പറയുന്ന രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരുടെ മകളായി ജീവിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നല്ല പണിയായിട്ടുള്ള കാര്യമാണ്. വള്ളിക്കെട്ട് കേസാണ്, പ്രശ്നക്കാരിയാണ്. ലോകത്തെ എല്ലാ സ്ത്രീകൾക്കുമുള്ള അവയവം തന്നെ നമുക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് എക്സ്ട്രാ ഒന്നും ഇല്ലല്ലോ. കാരണം മോർഫിൻ കഴിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഭയങ്കരമായിട്ടുള്ള കുട്ടികളോട് വേർതിരിവ് കാണിക്കും. ഇപ്പൊ അനുചന്ദ്ര എന്നുള്ള പേരെടുത്ത് നോക്കുമ്പോൾ തന്നെ ചന്ദ്രൻ, CR ചന്ദ്രൻ എന്നുള്ള അതുല്യ പ്രതിഭ, അനുവിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്തെ ഹിറ്റ് സീരിയലായിട്ടുണ്ടായിരുന്ന മിന്നുകെട്ടിൻ്റെ ഒക്കെ റൈറ്റർ. ആ സമയത്ത് ഒരുപാട് സീരിയലുകളുടെ ഭാഗമായി. ഇപ്പോൾ അനു നിൽക്കുന്ന ഒരു പൊസിഷൻ, അച്ഛൻ്റെ എഴുത്ത് ഭയങ്കര അനുവിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ശരിക്കും അച്ഛൻ തന്നെയാണോ എഴുത്തിൻ്റെ വഴിയിലേക്ക് എത്തുന്നത് അനുവിനെ? ഉറപ്പായിട്ടും. രാവിലെ തൊട്ട് കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം അച്ഛൻ എഴുതുന്നതാണ്. നമുക്കൊരു വെക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന മൊത്തം സീരിയൽ ലൊക്കേഷനിലാണ്. അപ്പോൾ ആ കാലത്ത് സ്നേഹാഞ്ജലി, ശ്രീരാമൻ ശ്രീദേവി പോലുള്ള സീരിയലുകളൊക്കെ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ലൊക്കേഷനിൽ പോകുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മളെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ, അതുണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അച്ഛൻ്റെ ജീവിതമല്ല എൻ്റെ ജീവിതം, ഞാൻ വേറെ ജീവിതമാണ് ജീവിച്ചത്. എന്നാലും ഇപ്പം ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നത് വീട്ടിൽ ഗസ്റ്റ് വരുന്നു, അച്ഛൻ്റെ കുറേ സുഹൃത്തുക്കൾ വരും, ഇവർ സിനിമകളെക്കുറിച്ച് സംസാരിക്കും, പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിനകത്തുനിന്ന് ഞാൻ കേൾക്കുന്ന കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അതൊക്കെ പിന്നീട് കാലാന്തരത്തിൽ മാറി മാറി നമ്മൾ സ്വാധീനിക്കും. പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു എഴുത്തുകാരിയായിട്ടുള്ള ഒരാളല്ല. എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എഴുതാനുള്ളൊരു കഴിവുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആദ്യം ഒരു എഴുത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആദ്യം ഒന്നാമത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഭയങ്കരമായിട്ടുള്ള കുട്ടികളോട് വേർതിരിവ് കാണിക്കും. ചില ടീച്ചേഴ്സിന് കുറച്ച് കുട്ടികൾ കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് തീരെ കുട്ടികൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടാത്ത കുട്ടികളുടെ കൂട്ടത്തിലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്കില്ലൊന്നും ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം കഥയൊക്കെ എഴുതണം എന്ന് കണ്ട് എനിക്ക് കുറച്ചൊക്കെ അറ്റൻഷനൊക്കെ കിട്ടാൻ അതൊരു മാനുഷികമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണല്ലോ. അറ്റൻഷൻ കിട്ടാൻ ആഗ്രഹമുണ്ട്, ആരും നമ്മളെ നോക്കുന്നില്ല. അങ്ങനെ ഓരോ ഘട്ടത്തിൽ നമ്മൾ തഴയപ്പെട്ട് പോയി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഗാന്ധി ദർശൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, ബിന്ദുവിനറിയായിരിക്കും. അതുപോലെ ഗാന്ധി ദർശൻ്റെ ജില്ലാ തലത്തിലോ സബ് ജില്ലാ തലത്തിലോ ഒരു കഥാ മത്സരത്തിന് കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ സാറ് പറഞ്ഞു, അനുവിനെ കണ്ടാൽ എഴുതും തോന്നുന്നുണ്ട്, ഞാൻ പേര് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്കിത് ഭയങ്കര സന്തോഷമായി. കാരണം പൊതുവേ ഞാൻ വാലിഡേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അത് തെറ്റൊന്നുമല്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ എഴുതി, കഥയൊക്കെ പോയി അന്ന് എഴുതി. കഥയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടി. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം അത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് എന്തിനാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് എപ്പോഴും ഞാൻ വിചാരിച്ചു ഈ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ബുദ്ധിക്ക് വില കുറവുണ്ടെന്നാണ് ഞാൻ അപ്പം ആലോചിച്ചത്, എനിക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് 10ാം ക്ലാസ് പോയപ്പം നമ്മളെ സ്കൂളിൽ അത്യാവശ്യം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ കഥാരചനയ്ക്കും കവിതാരചനയ്ക്കും വീണ്ടും പങ്കെടുത്തു. അപ്പോൾ എനിക്ക് കഥാരചനയ്ക്ക് എനിക്ക് 3rd കവിതാരചനയ്ക്ക് 2nd കിട്ടി. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഈ ടീച്ചേഴ്സിന് വല്ല കുഴപ്പമുണ്ടോ, ഇവർക്ക് ഇതൊന്നും തിരഞ്ഞെടുക്കാൻ അറിയില്ലേ എന്നാണ്. അത്രയ്ക്കായിരുന്നു തുടക്കത്തിൽ വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് അത് വിട്ടു. പിന്നെ കുറേ കാലം എനിക്ക് എങ്ങനെ ആങ്കറിങ് ചെയ്യണം, സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. അതൊക്കെ പിന്നീട് അതും പോയി കഴിഞ്ഞ് പിന്നീട് അച്ഛന് അസുഖം വരുന്നു, ക്യാൻസറായി. ഞാൻ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഈ ഒറ്റപ്പെടലിൻ്റെ സമയത്ത് എനിക്കൊന്നും ചെയ്യാനില്ല, കാരണം അച്ഛനെ നോക്കുക എന്നല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് ഷെഫീർ. ഞാൻ എപ്പോഴും ലൈഫിൽ ഏറ്റവും അധികം നന്ദി പറയുന്ന ഒരാളുടെ പേര് കൂടി അത്. ഷെഫീർ എനിക്ക് എന്ത് ചെയ്യാണ്, എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫർ ചെയ്തിട്ട് വന്ന് നെറ്റ് ഓഫർ ചെയ്യും. ഈ നെറ്റ് ഓഫർ ഞാൻ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ചുമ്മാ പോയി ഓരോന്ന് എഴുതുന്നു. അവിടുന്ന് വാലിഡേഷൻ കിട്ടുമ്പോഴാണ് എനിക്കെന്തോ സ്കില്ലുണ്ടെന്ന് ഞാൻ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ ആ സമയം വന്നപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല. അപ്പോഴേക്കും അഴിമുഖത്തിൽ ഓൺലൈനിലേക്ക് എന്നെ അവർ റെമ്യൂണറേഷനൊക്കെ തന്നിട്ട് എന്നെ എഴുതാൻ വിളിക്കുന്നു. അത് അങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ലാണ്ട് എഴുതുന്നു. അങ്ങനെ ആണ് എഴുത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സീരിയലിന് തിരക്കഥ എഴുതി. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അതായത് ഭാഗ്യദേവത ഷിജു അരൂര് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സീരിയലായിരുന്നു. മഴവിൽ മനോരമയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സീരിയൽ അന്ന് എനിക്ക് 22 വയസ്സെങ്ങാണ്ടായിരുന്നു പ്രായം. അപ്പം അച്ഛന് ഒരു ദിവസം ഷിജു അരൂര് ട്രിവാൻഡ്രത്തുനിന്ന് വീട്ടിലേക്ക് വരികയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് പറയാണ്, ഈ സീരിയലിൻ്റെ റൈറ്റർ മാറി, പെട്ടെന്ന് തന്നെ ചന്ദ്രേട്ടനെ എഴുത്ത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അന്ന് സാമ്പത്തികമായിട്ട് നല്ല പ്രയാസമുണ്ട്, അച്ഛന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അച്ഛനെ ഏറ്റെടുക്കുന്നു, വീട്ടിൽ നിന്ന് എഴുതുന്നു, അത് അയച്ചു കൊടുക്കുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻ്റൊക്കെ എടുത്ത് അയച്ചു കൊടുക്കും. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ അതിൻ്റെ എഴുത്ത് പകുതിയാകുമ്പോഴേക്കും അച്ഛന് ക്യാൻസർ കുറച്ച് കൂടി. പിന്നെ അച്ഛന് വയ്യാണ്ടാവുന്ന മോർഫിൻ കഴിക്കുന്നത്, പിന്നെ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അപ്പം ഞങ്ങൾക്ക് അന്ന് നിലനിൽപ്പെന്ന് പറയുന്നത് വേറെ വരുമാനമൊന്നും ഇല്ലാത്തത് കാരണം
വേറെ വഴിയില്ലാത്തത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിത് ഇവിടെ നിന്ന് എഴുതി കൊടുത്തിട്ട് അച്ഛൻ്റെ പേരിൽ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും. ഈ സംഭവം ടി വിയിൽ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു ആ സീരിയലിൻ്റെ ആ ഒരു ഇത് മൊത്തം അങ്ങനെയാണ് തീർന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് കുറേ കാലത്തിന് ശേഷം ഈ ഡയറക്ടർ അറിഞ്ഞു ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു, സംസാരിച്ചു. അപ്പം അതാണ് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ചിലപ്പോഴല്ല, ഉറപ്പായിട്ടും അച്ഛൻ്റെ അനുഗ്രഹമാണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും എനിക്ക് സന്തോഷം, അതേപോലെ തന്നെ വിഷമമുള്ളൊരു കാര്യമാണ്. സന്തോഷം എൻ്റെ തുടക്കം അവിടെ നിന്നാണ്, വിഷമം അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. കാരണം മോർഫിൻ കഴിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അവർക്ക് ഒന്നും രാത്രി ഏതാ പകലേതാന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് പോകും. പക്ഷെ ആ ഒരു അവസ്ഥയിലും ഞാൻ അച്ഛൻ്റെ അടുത്തിരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ ഭാഗമായിട്ട് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അതിജീവനമായിരുന്നു അതോ റിയാലിറ്റിയിൽ നിന്നുള്ളൊരു അതിജീവനം? കാരണം ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ഈസിയാണ് പറയാൻ. ക്യാൻസർ പേഷ്യൻറ്റിനെ നോക്കിയിട്ട് പറയും ഇത് മറ്റേ ദൈവം അറിഞ്ഞു കൊടുത്ത രോഗമാണെന്ന് പറയും, കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ അന്നൊക്കെ കോമൺ ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഞാൻ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അച്ഛന് ക്യാൻസർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അമ്മ അവർ രണ്ട് മതത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പം ഒരു സമയത്ത് അച്ഛന് ക്യാൻസർ ആയ സമയത്ത് ഒരാൾ പറയുന്നു അത് ദൈവം അറിഞ്ഞു കൊടുത്ത ശിക്ഷയാണ്, അമ്മയെ കല്യാണം കഴിച്ചത് കൊണ്ട് അച്ഛന് അറിഞ്ഞു കൊടുത്ത ശിക്ഷയെന്ന് പറയുന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരുന്നു. ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് ഒരുപാട് ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഞാൻ മുൻപോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഘട്ടം വരേക്കും അതിജീവനായിരുന്നു പ്രധാനമായിട്ടുള്ള കാര്യം വേണ്ടി വന്നിട്ടുള്ളത്. അതിജീവിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി എഴുത്താണ് എൻ്റെ മേഖല എന്നുള്ളത് ഞാനും തിരിച്ചറിഞ്ഞു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ 2017 ഞാൻ നമ്മുടെ സിനിമാ നിരൂപണത്തിലേക്ക് കൂടി പങ്കാളിയായി. സിനിമാ നിരൂപണം തുടങ്ങി, ആ റിവ്യൂ ആയിട്ട് മുമ്പോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നെല്ലിക്ക എന്ന് പറയുന്ന സിനിമയിലൂടെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അതിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനുവിൻ്റെ 4ാമത്തെ ബുക്കാണ് വറീദ. പക്ഷെ ആദ്യ ബുക്കുകളിലും ഇത്തരത്തിൽ സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, വായനാനുഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ വറീദയിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു അനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി കൂടെ സജീവമാണ്. സോഷ്യൽ മീഡിയയിലൂടെ വറീദയെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അത്യാവശ്യം നല്ല രീതിക്ക്. അത് ഏതൊരു എഴുതുന്ന ആളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവർ എഴുതിയിട്ടുള്ള അത് എഴുതുന്നവരുടെ കാര്യമില്ല. സിനിമ എത്ര പേര് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആ സിനിമ മാക്സിമം ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ആവശ്യം. എനിക്കും വറീദ എന്നല്ല, ഏതൊരു ബുക്കാണെങ്കിലും അത്യാവശ്യം ആളുകളിലേക്ക് എത്തുക, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച സംഭവം അവർ വായിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, ഇതൊക്കെയാണ് എൻ്റെ ആവശ്യം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനിരുന്ന് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി ആയാലും നിമ്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും നിന്നോടും എത്തിയിട്ടുണ്ട്. അതൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതൽ സ്വീകാര്യത കിട്ടലും ഒരുപാട് ജനങ്ങളിലേക്ക് ഈ ബുക്ക് എത്തുകയും ചെയ്തത്. ശരിക്കൊരു എനിക്ക് തോന്നുന്നു ഇവൻ്റെ റാം കെയർ ഓഫ് ആനന്ദി ഇംഗ്ലീഷിലേക്ക് പോലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. ഇപ്പോൾ സിനിമ വരാൻ പോവുകയാണ്. അപ്പോൾ അതായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ത്രൂ മാർക്കറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആദ്യത്തെ 2 നോവലുകൾ എന്നുള്ളത്. അന്നാണെങ്കിൽ കുറേ ചർച്ചകളിൽ പറയുന്ന കുറേ ആൾക്കാർ എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഇരിപ്പിടം, ഇപ്പോൾ KLF പോലുള്ള വേദികളിൽ അവർക്ക് സ്പേസ് കൊടുക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുന്നു? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ അത് പൈസ കൊടുത്ത് മേടിച്ചു എന്ന രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെയാണ് വരുന്നുള്ളത്. ശരിക്കും അങ്ങനെ വരുമ്പോൾ ശരിക്കും ലിറ്ററേച്ചറിൻ്റെ നിലവാരം കുറയുന്നു എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. അനുവിന് എന്താ തോന്നുന്നത്? അത് വായനക്കാരുടെ അഭിരുചി എന്താണോ അതിനനുസരിച്ച് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ബിന്ദുവിന് എനിക്കിഷ്ടമുള്ളൊരു സംഭവം ഇഷ്ടമാവണമെന്നില്ല. അതിപ്പോൾ ഒരാളുടെ തെറ്റൊന്നുമല്ല. നേരെ മറിച്ച് റാം കെയർ ഓഫ് ആനന്ദി എനിക്കിഷ്ടമാണ്. ഇഷ്ടമല്ല എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനെ മുത്തുച്ചിപ്പി സാഹിത്യം എന്ന് പോലും പറയുന്ന അതിനോളം അങ്ങ് കമ്പയർ ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതിപ്പം അവനവൻ്റെ ആസ്വാദനമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതോ ഞാൻ ഇഷ്ടപ്പെടുന്നതോ ആണ് ശരി എന്ന് സമർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പം നിമ്നയുടെ ബുക്കാണെങ്കിലും എത്രയോ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് ഓക്കെ ആയിരിക്കില്ല, ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. അതിനർത്ഥം ഞാനാണ് ശരി എന്ന് പറയാൻ പാടില്ലല്ലോ. അത് എനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യമാണ് അങ്ങനെ ആ ഒരു നിലപാട് എടുക്കുന്ന ആളുകളെ. ഇപ്പം നിമ്നയുടെ ഒരിക്കലും ഞാൻ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ നിമ്ന ഒരിക്കലും പറഞ്ഞിരുന്നു, ബിന്ദു അഭിമുഖം ചെയ്തു, ഞാനയ്ക്ക് വേണ്ടി അഭിമുഖം ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു കൂലിപ്പണി ചെയ്യുന്ന ആൾ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ന് കിട്ടിയുള്ള കൂലിയിൽ നിന്ന് 300 രൂപ മാറ്റി വെച്ചിട്ട് ഞാൻ നിമ്നയുടെ ബുക്ക് വായിച്ചു,
ഞാൻ എന്നിട്ട് ഇപ്പോ ബഷീറിന്റെ മൂന്നിന്റെ ഒക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ബുക്ക് വായിച്ചു. അല്ലാതെ കൂലിപ്പണിക്ക് പോയിട്ട് ഇന്നത്തെ കൂലിയുടെ ഒരു ഭാഗം കൊടുത്ത് ബുക്ക് മേടിച്ചു. ഇതാണ് ആദ്യത്തെ ബുക്ക് ചെയ്യട വായനാനുഭവം. എനിക്കൊന്നും 30s കടന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിനുശേഷം ഇപ്പം അയാള് MTA ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നിന്നെ പറയുന്നത് ചുറ്റുമുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ബുക്കിലൂടെ ഒരാളെന്നെ ഈ ഒരു വായന ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റുവാണല്ലോ എന്നുള്ളതാണ്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത്രയും ആളുകൾ ഒരു ബുക്ക് വായിച്ചു. ഇവിടെ എത്രയോ പ്രശസ്തരായിട്ടുള്ള എത്രയോ കഴിവ് തെളിയിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മറ്റു അവാർഡുകളൊക്കെ കിട്ടിയ എത്രയോ റൈറ്റേഴ്സ് ഉണ്ട്. അവർക്കൊന്നും പറ്റാത്തൊരു കാര്യം നിമ്ന ചെയ്തിട്ടുണ്ട്. അതിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇപ്പം എന്ന് വെച്ചിട്ട് ഇത് മോശമാണ് അങ്ങനെയുള്ള നിലപാട് അത് പറയരുതെന്നാണ് എൻ്റെ ഇത്. ഇപ്പം എന്നെ ഒരു വ്യക്തി വറീത എഴുതി കഴിഞ്ഞ സമയത്ത് കോണ്ടാക്ട് ചെയ്തു. എന്നോട് പറഞ്ഞ് പുള്ളിക്കാരൻ അവസാനം പറഞ്ഞു, അനു കണ്ടു പഠിക്കേണ്ടത് റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള പുസ്തകങ്ങളാണ്, അതുപോലുള്ള പുസ്തകങ്ങൾ എഴുതൂ എന്നാണ് പറയുന്നത്. റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജന് മാത്രം പറ്റുന്ന പുസ്തകമാണ്. വറീത എനിക്ക് മാത്രം പറ്റുന്ന പുസ്തകമാണ്. നിമ്നയുടെ ബുക്ക് അത് അവർക്ക് മാത്രം പറ്റുന്ന ബുക്കാണ്. അപ്പോൾ ഇതൊന്നും അതുപോലെ എഴുതൂ എന്ന് പറയുന്നത് പോലും ശരിയല്ല. അതേപോലെ തന്നെ ആ ഒരു വളർച്ച കണ്ടിട്ട് അതിനെ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടുകളയുക, അല്ലാണ്ട് അത്ര രൂക്ഷമായിട്ട് വിമർശിക്കേണ്ടതില്ല. ശരിക്കും സിനിമാറ്റിക് നോവലുകളിൽ നമ്മുടെ സാധാരണ ലിറ്ററേച്ചർ ഡെപ്ത് ഇല്ല എന്നും പറയുന്നൊരു കൂട്ടരുണ്ട്. ഇപ്പം അനുപ്പ് എഴുതി ഒരുപാട് ആൾക്കാർ വായിച്ച് അനുവിനോട് അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു ഡെപ്ത് നഷ്ടപ്പെട്ടതായിട്ട് ആരെങ്കിലും സൂചിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഞാനത് ഒട്ടും വകവെക്കാത്തൊരു കാര്യമാണ്. പറഞ്ഞ പോലും വകവെക്കുന്നില്ല. ഞാൻ മുൻപ് എഴുതിയിട്ടുള്ള 8 എന്ന് പറയുന്ന നോവല്, അതിൽ ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ഭാഷയായിരുന്നു. ആ നോവലിന് അതായിരുന്നു ആവശ്യം. അതങ്ങനെയാണ് എഴുതി വെച്ചത്. പക്ഷേ അത് അധികം വായനക്കാരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആവശ്യം എന്താണ്? വായനക്കാരിലേക്ക് എത്തണം, ആളുകൾ വായിക്കണം, സിനിമ കാണുന്ന പോലെ വായിക്കണം. എനിക്കവിടെ ഈ പറയുന്ന സോ കോൾഡ് സാഹിത്യം എഴുതി വെച്ച് ആളുകളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അത് അവിടെ കൃത്യമായിട്ട് കണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ അനു പറഞ്ഞപ്പോൾ തന്നെ ഉണ്ട്, ഇപ്പോൾ വറീത സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് അതിൻ്റെ 2ാം പതിപ്പിലേക്ക് കടക്കുവാണ്. നേരത്തെ എഴുതിയുള്ള ബുക്കുകളിലൊക്കെ അനുവിന് ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളും എഴുത്തുകാരും ഇവിടെയുണ്ട്. അപ്പോൾ ശരിക്കും ഈ സോഷ്യൽ മീഡിയ ത്രൂ ഇതിനെയൊക്കെ ശരിക്കും മാർക്കറ്റ് ചെയ്ത് ഒരു പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ എടുക്കുന്നത് നല്ലതായിരിക്കില്ലേ? നല്ല കാര്യമാണ്. മാക്സിമം ആളുകൾ താല്പര്യമുള്ളവരൊക്കെ എഴുതട്ടെ. ഇപ്പോൾ എഴുതാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു. അപ്പം ഞാനൊക്കെ എഴുത്ത് തുടങ്ങുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ആ വളർച്ച വരുന്നതും പുസ്തകങ്ങളിലേക്ക് മാറുന്നതൊക്കെ. അപ്പോൾ ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അതിനെ എങ്ങനെ വിദഗ്ധമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ ബുക്ക് എഴുതി കഴിഞ്ഞു, ഞാൻ ഈ പറയുന്ന പോലെ ഉദാത്ത സാഹിത്യമാണ് എഴുതി വെച്ചത്, സൗകര്യമുള്ളവർ വായിച്ചാൽ മതി എന്നുള്ള നിലപാടാണെങ്കിൽ അങ്ങനെ പോവാം. അല്ലെങ്കിൽ ഞാൻ എഴുതിയ ബുക്ക് മാക്സിമം ആളുകളിലേക്ക് എത്തണം എന്നാണെങ്കിൽ ആ രീതിക്കും പോവാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ അനുവിൻ്റെ പോസ്റ്റുകൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു, അനുവിനെ ഞാൻ അറിയുന്നതിനേക്കാൾ മുന്നേ അനുവിൻ്റെ പോസ്റ്റ് കണ്ടിട്ടാണ് ഇതേത് അനുചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. പണ്ട് മുതലേ പല മാധ്യമങ്ങളിൽ അനു എഴുതുന്ന പോസ്റ്റുകൾ ന്യൂസായിട്ടും ചർച്ചകളായിട്ടും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ശരിക്കും ഈ സോഷ്യൽ മീഡിയേൻ്റെ താഴെ വരുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആദ്യമൊക്കെ അനു പലരോടും അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അനുവിൻ്റെ പോസ്റ്റിന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അനു അതിന് തിരിച്ച് മറുപടികൾ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴായിട്ടുള്ള അനുവിൻ്റെ പോസ്റ്റുകൾക്കൊന്നും അങ്ങനെ അനുവിനെ താഴെ കാണാറില്ല. അനു പോസ്റ്റ് ഇടുന്നു പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും അത് ശ്രദ്ധിക്കാത്തതാണോ അതോ ഇതെനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇനി അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇതിനൊരു ക്ലാരിറ്റി വരുത്തണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്? അത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് ആളുകൾ വരുമ്പോൾ അവരോട് വാദിച്ച്, അവരോട് തർക്കിച്ച്, അവരെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ടും പറ്റില്ല, എന്നെ പഠിപ്പിക്കാൻ അവരെ കൊണ്ടും പറ്റില്ല. അപ്പോൾ പറയേണ്ടത് എഴുതി വെച്ചിട്ട് പിന്നെ പോകുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്ക്. ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും റിപ്ലൈ കൊടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് എന്നെ ബാധിക്കാറില്ല. വളരെ മോശമായിട്ട് കമൻസ് വരും. ചിലതൊക്കെ എനിക്ക് അതിൽ കടക്കുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്ത് വെക്കും. അല്ലാണ്ട് കൂടുതലായിട്ട് ബാധിക്കാറില്ല. അപ്പോൾ അടുത്തൊരു ദിവസം ഒരു യാത്ര പോയി. ഒരു യാത്ര പോയി. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് അനുപമ എമാചാരി അപ്പോൾ യാത്ര പോയ സമയത്ത് ഫോട്ടോ എടുത്തു. നമ്മൾ ആ ഫോട്ടോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ആ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് വേറൊരു പേജിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കുറച്ച് വൃത്തികെട്ട രീതിക്ക് പരാമർശങ്ങൾ നടത്തുകയാണ്. അപ്പം അതിനകത്ത് അവർ പറയുന്ന സംഭവം എന്താണ്, മുഖം കൊള്ളില്ലേലും താഴേക്കെന്ന് പറഞ്ഞ് പൂരിപ്പിക്കുന്നില്ല, കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നു. കുറേ ആളുകൾ വന്ന് അവരുടെ രീതിക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വരികയാണ്.
അപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളിട്ട ഫോട്ടോ ഇവർക്ക് കിട്ടുന്നുള്ളൂ, അതിലപ്പുറത്തേക്ക് അവർക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ എടുത്തു കൊണ്ടുപോകണമെങ്കിൽ എടുത്തു കൊണ്ടുപോകട്ടെ. രണ്ടാമത്തെ കാര്യം, അവർ കമൻറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മളതിൽ ഉത്തരവാദിയല്ല. അതൊക്കെ അവരുടെ ചിന്തകളല്ലേ, നമ്മൾ എന്ത് പറയാനാണ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ കമൻറ്റ് ചെയ്യട്ടെ, അവരുടെ വൈകൃതങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിയേ അല്ല. ആ രീതിയിലേക്ക് മൈൻഡ് സെറ്റ് മാറി. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പേടിച്ചു പോകും, ഇങ്ങനെ ഫോട്ടോ എടുത്താൽ പേടിക്കും, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടാൽ പേടിക്കും. പിന്നെ ലോകത്തെ എല്ലാ സ്ത്രീകൾക്കുമുള്ള അവയവം തന്നെ നമുക്ക് ഉള്ളൂ, അതിനപ്പുറത്തേക്ക് എക്സ്ട്രാ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഓക്കെ, ആ വഴിക്ക് പൊക്കോട്ടെ, അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ബാധിക്കുന്ന കാര്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊക്കെ ഇടുമെങ്കിലും ഞാൻ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ലൈഫാണ്. അപ്പോൾ എൻ്റെ നേർക്ക് വന്ന ആരെങ്കിലും ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം, അത്രേ ഉള്ളൂ. ഇനി സോഷ്യൽ മീഡിയയിൽ വരുന്ന അറ്റാക്കുകൾ എപ്പോഴെങ്കിലും ലൈഫിൽ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ സ്റ്റക്കായി നിന്ന അവസ്ഥ? സ്റ്റക്കായിട്ടില്ല. ഞാൻ ഒരു സമയത്ത് കേസ് കൊടുത്തിട്ടുണ്ട് ഒരാൾക്കെതിരെ, വനിതാ സെല്ലിൽ കേസ് കൊടുത്തു, അത് ഡീലാക്കിയിട്ടുണ്ട്. അയാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തു, നിന്നെ ഞാൻ പഠിപ്പിക്കും, നിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഇങ്ങനെ ഫ്രണ്ട് ഉള്ളത് എനിക്കറിയില്ല. അങ്ങനെ പുള്ളീനെ വിളിച്ചു, വനിതാ സെല്ലിൽ പുള്ളി വന്നപ്പോൾ പുള്ളി എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ അവിടെ വന്നപ്പോഴാണ് പുള്ളി അറിയുന്നത്. അപ്പോൾ പുള്ളിക്ക് എൻ്റെ അച്ഛൻ അറിയുന്നില്ല. പുള്ളി വന്ന് ഇനി ഒരിക്കലും മനോജ് ചന്ദ്രയെ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ലെറ്ററൊക്കെ എഴുതി തന്ന് പുള്ളി പോയിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ സിനിഫൈൽ പോലുള്ള ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ഇടുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട്, അവിടെ സിനിഫൈൽ ഗ്രൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള അറിയോ? അതിനകത്ത് ലേഡീസ് അധികം ആക്റ്റീവ് അല്ല, ഭയങ്കര സൈലന്റ് ആണ്. അപ്പോൾ ഒരു സമയത്ത് ഏറ്റവും അധികം പോസ്റ്റുകൾ ഇട്ടിരുന്ന ഒരു വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല, എന്തായാലും പോസ്റ്റുകൾ ഇട്ടിരുന്ന ആളുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ. അതോടുകൂടി അതിനകത്തുള്ള ആൺപടകൾ മൊത്തം വന്നിട്ട്, ഭൂരിപക്ഷം എല്ലാവരും വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു. എന്നെന്തോ നോട്ട് ചെയ്ത്, ഞാനെന്തോ ക്രിമിനലാണെന്നുള്ള രീതിക്ക് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റുകൾ കാണാൻ തുടങ്ങി. ഇവർ റീച്ചിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. സോഷ്യൽ മീഡിയ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്ന റീച്ചിന് വേണ്ടിയിട്ട്. എന്തിനാ കമന്റ് ചെയ്യുന്നവർ? അറ്റൻഷൻ കിട്ടാനാണ്. അപ്പൊ എനിക്ക് എന്റെ സോഷ്യൽ മീഡിയ ഉണ്ട്, അത് മാക്സിമം യൂസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം യൂസ് ചെയ്യുക. അറ്റൻഷൻ കിട്ടുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം വഴി കാര്യങ്ങൾ പറയാൻ പറ്റുന്നെങ്കിൽ നല്ല കാര്യമാണ്, അത് ചെയ്യുക. അപ്പോൾ അറ്റാക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും, കുറേയൊക്കെ ഞാൻ വിട്ട് കളയും. ഇപ്പോൾ എഴുത്ത് കണ്ടിട്ടുണ്ട്, റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്, അനുവിൻ്റെ മാധ്യമത്തിനൊക്കെ വേണ്ടി എഴുതിയതും സോഷ്യൽ മീഡിയയിൽ എഴുതിയതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊരു ദിവസമായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നിട്ട് റിവ്യൂ പറയുന്ന അനു ചന്ദ്രയെ നമ്മൾ കണ്ടത്. എനിക്കെപ്പോഴും നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് നമ്മളെപ്പോഴും പറയും, നീ ഒരു സിനിമ എടുത്ത് കാണിച്ചതാടാ എന്നുള്ളത് രീതിയിൽ എപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട്. അനുവിനും അത്തരത്തിൽ കമൻറ്റുകൾ വന്നിട്ടുണ്ടാവും, അനു ഇപ്പോൾ സിനിമ ചെയ്യാൻ പോവുകയാണ്. ശരിക്കും സിനിമ അറിയുന്ന ഒരാളാണ്, സിനിമയെ നിരൂപിക്കും ചെയ്തത് അല്ലേ? ആക്ച്വലി ഞാൻ 2017 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിവ്യൂ. അന്ന് ഞാൻ അഴിമുഖം, മാധ്യമം പോലുള്ള ഓൺലൈനിലൊക്കെ റിവ്യൂ എഴുതി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രശസ്തരായിട്ടുള്ള പല റിവ്യൂവേഴ്സ് പോലും അന്ന് വന്നിട്ടില്ല. അപ്പം പക്ഷെ അവർക്ക് കാലത്തിൽ പിന്നീട് വിസിബിലിറ്റി ഒക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എഴുത്തായത് കാരണം അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ റിവ്യൂ ഞാൻ 2017 തുടങ്ങി 2023 ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഒന്ന് മാറ്റി പിടിച്ച്, 24 ആ സമയത്ത് തോന്നുന്നു, ഒന്ന് മാറ്റി പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, ട്രെൻഡിനോടൊപ്പം സഞ്ചരിച്ച് വീഡിയോ എടുത്ത് തുടങ്ങി, റിവ്യൂ തുടങ്ങിയ സമയത്ത് കുറച്ച് എനിക്ക് പറയുന്ന പോലെ കമൻസും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സ്ത്രീകളാരും ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് അഭിപ്രായം പറയുമ്പോൾ അത് സമൂഹത്തിന് അംഗീകരിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ പല റിവ്യൂവേഴ്സിൻ്റെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് തോന്നും, എനിക്ക് കുറച്ചും കൂടി കുറവാണ് കിട്ടുന്നതെന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ ചെയ്യുമ്പം ആളുകൾക്ക് താല്പര്യമില്ല, അതൊരു വേറെ കാര്യം. പിന്നെ ഉപദേശിക്കാനൊക്കെ വരും, നിങ്ങൾ ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ മറികടന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാ സിനിമകളും ആഴ്ചയിൽ പോയി കണ്ട്, ഒരു 4 സിനിമ ഉണ്ടെങ്കിൽ 4 സിനിമയും പോയി കണ്ട് റിവ്യൂ ചെയ്ത്, ആ റിവ്യൂ ഞാൻ ഇട്ടിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് ആരും ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഏറ്റവും അധികം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, സിനിമയിലൊന്നും ആവാനിട്ടല്ലേ ഈ റിവ്യൂ തുടങ്ങിയത്? അല്ല, സിനിമയിലായിരിക്കുന്ന കാലത്ത് ഞാൻ റിവ്യൂ എഴുതിയിട്ടുണ്ട്. 2017 ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, അന്നും ഞാൻ റിവ്യൂ എഴുതുന്നുണ്ട്. പക്ഷേ വിസിബിലിറ്റി കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇപ്പം തോന്നി സിനിമ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്, സംവിധാനം ചെയ്യാണ്, സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി എന്താ ഒന്ന് മാറ്റി പിടിച്ച് ഇനി തൽക്കാലം ഇതിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന്. പക്ഷേ നിർത്തിയെന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് എപ്പം തോന്നുന്നോ അപ്പം ഞാൻ പോയി വീണ്ടും റിവ്യൂ ചെയ്യും. അനുവിന് ഇപ്പോൾ ഒരു സ്പേസ് ഉണ്ട്, ഇപ്പോൾ സിനിമയിലാണെങ്കിലും പേര് പറഞ്ഞാൽ അറിയും ഇൻഡസ്ട്രിയിൽ. അല്ലാതെ ഉള്ളൊരു സമയത്താണ് സിനിമയിൽ സഹസംവിധായികയായിട്ട് എത്തുന്നത്. സ്ത്രീകൾ പൊതുവെ സിനിമേൻ്റെ പുറത്ത് ബാക്കിൽ കുറവാണ് നമ്മുടെ ആ ഒരു സമയത്ത്. ഇപ്പം ഇച്ചിരി കൂടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും അതൊരു ഡിസ്കംഫർട്ട്, ശരിക്കും ഒരു സിനിമ സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഒരു സ്ത്രീ സൗഹൃദത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടിയതായിട്ട് പോലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഞാൻ മാത്രമേ സ്ത്രീ ഉണ്ടാവുള്ളൂ. ചിലരൊക്കെ വളരെ നമ്മൾ കെയറും ചെയ്യേണ്ട കാര്യമില്ല, ഒരു പരിഗണനയൊക്കെ തരും. ചില ആളുകളുടെ പെരുമാറ്റം നമ്മളെ വേദനിപ്പിക്കും. ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മൂവിയിൽ എനിക്ക് കൃത്യമായിട്ട് റൂം സൗകര്യം അവർ തരുന്നില്ല. അസിസ്റ്റൻ്റാണ്. അപ്പോൾ ആദ്യം എന്നെ കൊണ്ടുപോയിട്ടൊരു കാട്ടിൽ കൊണ്ടുപോയിട്ടാണ്. കാട്ടിലൊരു വീട്, ആ വീടിനകത്ത് ഞാനും അന്ന് പരിചയപ്പെട്ട 3-4 ആൺകുട്ടികളും അസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു റൂം, നല്ല ചൂട് കാലം, ഇപ്പോഴത്തേക്കാൾ വലിയ ആദ്യമൊക്കെ ചൂടൊക്കെ തന്നെ നിൽക്കുന്നൊരു കാലം തന്നെയാണ്. ഫാനില്ല, കറണ്ട് ഇല്ല. രാത്രിയായി കഴിഞ്ഞാൽ എനിക്ക് പേടിയായി തുടങ്ങും. കാരണം ഞാൻ റൂമിലിരിക്കുന്നു, പുറത്ത് ഹാളിൽ ഇവരൊക്കെ നിരന്ന് കിടക്കുന്നു. ചൂട് കൂടുമ്പോൾ എനിക്ക് ആ റൂമിൽ കിടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇവരുടെ ഇടയിൽ പോയി കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഞാൻ അവരോട് റൂം ചോദിക്കുന്നുണ്ട്, പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോളർ മാക്സിമം ഇങ്ങനെ നമുക്ക് ഡിലേ ആക്കുകയാണ്. കാരണം അവർക്ക് മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള ശ്രമമായിരുന്നു. അവസാനം ഞാൻ സഹി കെട്ട സമയത്ത് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളോട് നിങ്ങളിത് പെരുമാറുമോ, ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അതിനകത്തുള്ള ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നവരല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അത് ആ സമയത്ത് കേട്ടപ്പോൾ. അത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ പ്രശ്നം ഉണ്ടാക്കി. ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രശ്നക്കാരിയായി മാറി. നമ്മൾ ലിറ്ററലി ഒരു വേർഡ് യൂസ് ചെയ്യും, വള്ളിക്കെട്ട് കേസ് എന്നൊക്കെ യൂസ് ചെയ്യും. എനിക്കത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു പ്രതികരിക്കുന്ന മിക്ക സ്ത്രീകളും വള്ളിക്കെട്ട് കേസാണ്, പ്രശ്നക്കാരിയാണ്. ഒരു മൂവിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി വിളിച്ചു. അതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്, അഡ്വാൻസ് വാങ്ങേണ്ട ലാസ്റ്റ് മൊമെൻറ്റിൽ വള്ളിക്കെട്ട് കേസെന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയായിരുന്നു. ഇപ്പം എനിക്ക് ചിരി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഒരാളുടെ പിറകെ നടക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നും ഈ കാലത്തില്ല. സിനിമ വേണമെങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്കില്ലുണ്ടെങ്കിൽ ജനങ്ങളെ ഏറ്റെടുക്കും. എത്രയോ സിനിമകൾ എക്സാമ്പിളാണ്. ഒരു 10 ലക്ഷത്തിനുള്ളിൽ വെച്ച് സിനിമകൾ ചെയ്ത് തന്നെ മികച്ച ഫെമിനിച്ചി ഫാത്തിമ പോലുള്ള, അതിൻ്റെ ബഡ്ജറ്റ് എനിക്കറിയില്ല, പക്ഷേ വളരെ ചെറിയൊരു ബഡ്ജറ്റ് നിന്നിട്ട് ചെയ്ത സിനിമയാണ്. അപ്പം അതുപോലുള്ള സിനിമകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ. അപ്പം അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ഈ പറയുന്ന ഒരു അത്ര വലിയ സഹകരണ മനോഭാവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കില്ല, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന രീതി അങ്ങനെ ആയിരിക്കും കേട്ടോ. ചില പെൺകുട്ടികൾ പറയാറുണ്ട്, ഒരു പ്രശ്നമില്ല, എന്നെ അനിയത്തിയെ പോലെ കണ്ടു, എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നൊക്കെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ ആരും അനിയത്തിയായിട്ട് കണ്ടിട്ടില്ല, അമ്മയായിട്ട് കണ്ടിട്ടില്ല, ദേവിയായി കണ്ടിട്ടില്ല. ഒരു കാഴ്ചപ്പാടും ഇല്ലായിരുന്നു. അംഗീകരിച്ചാൽ മതി. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമ്മൾ പീരീഡ്സ് ആവുന്ന സമയത്ത് ലൊക്കേഷനിൽ നമുക്ക് പെട്ടെന്ന് സാനിറ്ററി ഇത് വേണമെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യേ ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞാൽ ഓടിപ്പോയ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണം നമുക്ക് പിടിച്ചു നിൽക്കാൻ. ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. കാരണം നമുക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള എന്തെങ്കിലും പരിഗണനകൾ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. അച്ഛൻ്റെ ഐഡന്റിറ്റി ഇൻഡസ്ട്രിയിൽ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഏറ്റവും ആദ്യത്തിൽ മാത്രമേ ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ സ്വന്തം ഐഡന്റിറ്റിയിൽ മുമ്പോട്ട് വരണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള നിർബന്ധം. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടു, ഫെഫ്ക സംഘടന എന്നൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് ഓപ്ഷൻ വന്നു, സഹായം അവർ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻ്റായിട്ട് ഏത് ഡയറക്ടറെ വേണ്ടെന്നുള്ള സംഭവങ്ങളൊക്കെ വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ആഗ്രഹമാണ് എൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റിയിൽ വളരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി. പക്ഷെ അത് ഭയങ്കര യാത്രയായിരുന്നു. ഒരു പക്ഷേ അന്ന് അത് എടുത്തിരുന്നെങ്കിൽ ഇന്ന് കുറേ കൂടി ആ ജേണി ഈസി ആയിരുന്നു. പക്ഷേ ഇത് ലൈഫ് പഠിച്ചു എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അനുവിൻ്റെ എഴുത്തുകളിൽ സ്ത്രീകളെ എപ്പോഴും നല്ല രീതിയിൽ പോർട്രേ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ അതിലൊരു ജെനുവിനിറ്റി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അനുവിൻ്റെ സൗഹൃദങ്ങളും, അല്ലെങ്കിൽ അനു ഫെമിനിസ്റ്റ് ആണോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയണമെന്നുണ്ട്. ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പം ആ ലേബലിൻ്റെ അകത്ത് നിൽക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ഫെമിനിസം മോശമായതുകൊണ്ടൊന്നല്ല, ആ ഐഡിയോളജി ഒക്കെ നല്ലതാണ്. പക്ഷേ അതിനകത്ത് നിന്നാൽ പിന്നെ നമ്മളതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. എവിടെയെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. എനിക്ക് ഞാനായിട്ടിരിക്കണം. ചെറുപ്പം തൊട്ടേ ഈ പറയുന്നൊരു അവകാശ ബോധമാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണോ നിനക്ക് ഇഷ്ടം അതുപോലെ ചെയ്യുക. അപ്പം പലയിടങ്ങളിലും ആ ഒരു അവകാശ ബോധം ഉള്ളത് കൊണ്ടും മറ്റുള്ള പെൺകുട്ടികളെ പോലെ അല്ലാത്തത് കൊണ്ടും നമ്മൾ മുഖത്തോട് നോക്കി കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും എല്ലാ പെൺകുട്ടികൾക്കും കേൾക്കുന്ന പോലെയൊക്കെ, അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് കേൾക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. അവൾ ശരിയല്ല, അവൾ പ്രശ്നക്കാരിയാണ്, അവൾ മോശമാണ്, ആക്റ്റീവായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ മോശമാണെന്ന് പറയുന്നൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പോകുന്ന സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അവകാശബോധമാണ് എല്ലായിടത്തും നിന്നിട്ടുള്ളത്. ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും സൗഹൃദങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്തോ അനീതി നേരിടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നമ്മൾ ഡിസേർവ് ചെയ്യുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറി സംഭവിക്കും. അപ്പോൾ ആ അവകാശബോധത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും റിലേഷൻഷിപ്പില്ലാണ്ടായി പോകുന്നത്, സൗഹൃദങ്ങളില്ലാണ്ടായി പോകുന്നതൊക്കെ. അത് ആരുടെ തെറ്റല്ല, ഞാനിങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ച് പോവേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീ സൗഹൃദങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഭയങ്കര കംഫർട്ടായിട്ട് നിൽക്കുന്നത് പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ്. ഇപ്പോഴാണ് കുറച്ചൊരു 30-ന് ശേഷമാണ് അങ്ങനെ ആയിട്ടുള്ളത്.
എനിക്ക് ഭയങ്കര വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് എനിക്കൊന്നൊരു 10 വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രം. ഇപ്പോൾ ബിന്ദുവിനെ അറിയാലോ, ഇപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അപർണ, പിന്നെ ഇപ്പോൾ ബിന്ദു, അനുപമ, അങ്ങനെയുള്ള, അതായത് ഞാനിപ്പോൾ വിളിക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മാക്സിമം ഞങ്ങൾ കുറേ മണിക്കൂറുകൾ സംസാരിക്കും. അത് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് പ്രത്യേക കാരണം ഈ പെൺകുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി ഇമോഷണൽ ഇൻ്റലിജൻസ് കുറച്ച് കൂടുതലായിരിക്കും. അത് ബയോളജിക്കലി അവരങ്ങനെ ആയി മാറിയതല്ല. ബയോളജിക്കലി ആൺകുട്ടികൾക്ക് ഈ പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നീ കരയരുത്, നീ ഫീലിങ്സ് പ്രകടിപ്പിക്കരുത് എന്നൊക്കെ ആൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അറിയാത്തൊരവസ്ഥയിലേക്ക് വരും. സ്വന്തം ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ആൺകുട്ടികൾക്ക് മിക്കവാറും ഒരു നല്ല ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അത് നമ്മളെന്താണെന്ന് പഠിക്കണം. നമുക്കൊരു ഇൻസൈറ്റ് വേണം നമ്മുടെ കാര്യത്തിൽ, അപ്പോഴേ നമുക്ക് മറ്റൊരാളോടും അതേപോലെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ പെൺകുട്ടികളിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് വന്നതുകൊണ്ടും കുറച്ചും കൂടി അവർക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും പെൺകുട്ടികൾക്ക് നമ്മളിപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി അവർക്ക് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കത് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ വീട് തന്നെയാണ്. സ്ത്രീ വീടാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ചെറുപ്പത്തിൽ. ചില ആളുകൾ പറയും, എൻ്റെ പ്രായത്തിലുള്ള കുട്ടി എന്നോട് ഭയങ്കര അത്ഭുതത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ അച്ഛൻ്റെ കൂടെ ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കില്ല, എനിക്ക് പേടിയാണ്, ഞാൻ ഇതുവരെ അച്ഛൻ്റെ കൂടെ ഇരുന്ന ടേബിളിൽ ഫുഡ് കഴിച്ചിട്ടില്ല ഒരുമിച്ചിരുന്നെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീടിനകത്ത് അങ്ങനെയല്ല. സ്ത്രീകൾ തീരുമാനം എടുക്കും. ഞങ്ങൾ പലപ്പോഴും തീരുമാനം എടുത്തിട്ടേ, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം എന്തോ തീരുമാനിച്ചോ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെ പുരുഷന്മാരോട് പറയുള്ളൂ, അവർക്ക് ഓക്കെ ആണോ നോക്കും. അല്ലാണ്ട് അവിടെ ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്ന സംഭവമൊന്നുമില്ല. പിന്നെ ഞാനും അമ്മയും ചേച്ചിയാണ് കുറേ കാലങ്ങളായിട്ട് വീട്ടിലുള്ളത്. അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞങ്ങളാണ് വീട് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഏറ്റവും അധികം കേൾക്കുന്നൊരു വൃത്തികെട്ട വാക്കുണ്ട്. അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു പോലീസ് കേസ്, ഇതേപോലെ സൈബർ ആക്രമണം വന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് ചോദിക്കുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്, ചിലവ് എങ്ങനെ നടക്കുന്നതെന്ന്. സ്ത്രീകൾ മാത്രമുള്ള വീടെന്ന് പറയുമ്പോൾ ഈ ചോദ്യം എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. സ്ത്രീകൾ എത്ര നന്നായിട്ട് വീട് നോക്കുന്നുണ്ട്. അതൊരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ കേസൊന്നും അറിയണ്ട, പുള്ളിക്കാരന് വീട്ടിലെ ചിലവ് എങ്ങനെ നടക്കുന്നതെന്ന് അറിയണം. പക്ഷേ സ്ത്രീകൾ നന്നായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യും. അവർ അടിപൊളിയാണ് കാര്യത്തിൽ. ഒരു പോസ്റ്റ് ഇതിനു മുന്നേ അനുവിൻ്റെ ഭയങ്കര വിവാദപരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി തട്ടിയിട്ടിട്ട് പോകുന്ന, ഹെൽപ്പ് ചോദിച്ചിട്ട് കിക്കർ അടിക്കാനില്ല, ആ ഒരു കാര്യം. അപ്പം അന്ന് അതിൻ്റെ താഴെ അനുവിനെ പല രീതിയിലുള്ള വേർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അനു എന്നുള്ളൊരാള് ശരിക്കും, അതായത് നമ്മൾ ഇത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ പേടിക്കുന്ന സമയത്ത് പോലും 2 മതത്തിലുള്ള മനുഷ്യന്മാർ വിപ്ലവകരമായി വിവാഹം ചെയ്തിട്ട് അതിൽ നിന്ന് ജനിച്ച് സ്കൂളുകളിലൊക്കെ ആ ഒരു 2 മതത്തിലുള്ള ആൾക്കാരുടെ മകൾ എന്നുള്ള രീതിയിലാണ് ഐഡൻറ്റിറ്റി ഉണ്ടായിട്ടുള്ളത്. അത് ആ ഒരു പോസ്റ്റ് പറയുമ്പോൾ പോലും ഇപ്പോൾ എനിക്ക് ചെറിയൊരു ട്രോമയ്ക്ക് വരും. അതായത് ഞാൻ ഉദ്ദേശിച്ച പോസ്റ്റ് അത് വായിക്കപ്പെട്ടത് ആ രീതിയിലല്ല, അതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ എഴുതിയതിൽ കുറച്ച് പ്രശ്നം വന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും അധികം പറഞ്ഞത് ഞാൻ ഈ മുസ്ലിം മത വിദ്വേഷിയാണെന്നുള്ളൊരു സംഭവം വന്നു. അതെങ്ങനെയാണ് ഞാൻ മുസ്ലിം മത വിദ്വേഷിയാവുക? ഇവിടെയുള്ള പല ആളുകളും പുരോഗമനം പറഞ്ഞ് പഠിക്കുന്നു, അല്ലെങ്കിൽ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ് പഠിക്കുന്നത് 18 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 90s ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 25 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും ഈ സംഭവം പറഞ്ഞ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ. പക്ഷേ ഞാൻ ജനിച്ചിട്ടുള്ളതും വളർന്നിട്ടുള്ളതൊക്കെ ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പം തൊട്ട് എൻ്റെ ജീവിതം കൊണ്ട് പോലും ഞാൻ എക്സാമ്പിളാണ്. ഇങ്ങനെ ജാതി മതമൊന്നും ഇല്ലാണ്ട് 2 പേർക്ക് ജീവിക്കാമെന്നും. അതും ആലോചിക്കണം, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന ആ ഒരു മലപ്പുറം ഏരിയയിൽ തന്നെ ഭൂരിപക്ഷം മുസ്ലിംസ് ഉള്ള ഒരു ഏരിയയാണ്. അവിടെ നിന്നാണ് ഇവർ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിതം തുടങ്ങി അതേ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മകളായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ അതേ എന്നെ നോക്കിയിട്ട് നീ മുസ്ലിം മത വിദ്വേഷിയാണെന്ന് ചാപ്പ കുത്തുമ്പം അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ ഇവർക്കാർക്ക് എന്നെ അറിയില്ല, ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക് അഡ്രസ്സ് ഉണ്ടോ, വീടുണ്ടോ, എനിക്ക് അറിഞ്ഞൂടെ അതൊക്കെ എവിടുന്ന വരുന്നതെന്ന്. കുറേ ഫേക്ക് ഐഡി ഉണ്ട്. കുറേ അഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാർ വന്ന് കൂട്ടമായിട്ട് ആക്രമിക്കാൻ, ട്രോൾ ചെയ്യപ്പെട്ടു. അതും എനിക്ക് ആ സമയത്ത് ആദ്യത്തെ അനുഭവമായിരുന്നു ട്രോൾ ചെയ്യപ്പെട്ടതൊക്കെ. അപ്പം ഒരാൾ നമ്മൾ വിമർശിക്കുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വിമർശിക്കുമ്പോഴൊരു പരിധിയൊക്കെ ഉണ്ട്, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവരാരും എന്നെ പുരോഗമനം പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. കാരണം ജീവിതം കൊണ്ട് ഞാൻ ഇത്രയും വർഷം ജീവിച്ചു, അതും ഈ പറയുന്ന 2 മതത്തിൽപ്പെട്ട ആൾക്കാരുടെ മകളായി ജീവിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നല്ല പണിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് പല രീതിക്കുള്ള പരിഹാസങ്ങൾ കേൾക്കണം, കുത്തുവാക്ക് കേൾക്കണം, പലതരം ട്രോമകൾ അതിജീവിച്ചാണ് ഈ ഒരു ഏജ് വരേക്ക് നിൽക്കുന്നത്. അപ്പം ജീവിതം കൊണ്ട് എക്സാമ്പിളായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ആ രീതിക്ക്. ഈ കലാരംഗത്ത് നിൽക്കുന്നവരുടെ പ്രണയവും ഒക്കെ അറിയാൻ നമുക്ക് വലിയ ക്യൂരിയസ് ആയിരിക്കും. ഇപ്പോൾ 20കളിലെ പ്രണയമായിരിക്കത്തില്ല 30കളിൽ ഉണ്ടാവും. നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറും. എനിക്കനുഭവം ഉണ്ട്. അപ്പം അത്തരത്തിൽ അനു എങ്ങനെയാണ് പ്രണയത്തെയൊക്കെ കാണുന്നത്? പ്രണയം എപ്പോഴും ഭയങ്കര ഭംഗിയാണ്. നമ്മൾ കാൽപ്പനികമായിട്ട് ഇങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടും.
പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത്ര മനോഹരമായിട്ട് ഉണ്ടായിരിക്കില്ല പലപ്പോഴും. നല്ല പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ടോക്സിക് ആയിട്ടുള്ള പ്രണയം ഉണ്ടായിട്ടുണ്ട്, ചില സമയങ്ങളിൽ ഞാനും ടോക്സിക് ആയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുന്നുണ്ട്, പ്രണയം എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളൊരു ബോധമെങ്കിലും എനിക്ക് മിനിമം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ വരുമ്പോൾ ആ രീതിക്ക് നോക്കാന്നുള്ള ചിന്ത വരുന്നുണ്ട്. പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ട് കേട്ട് ഏറ്റവും വലിയ കള്ളമാണ് മാധവിക്കുട്ടിയുടെ പ്രണയ സങ്കല്പങ്ങൾ. എല്ലാവരും മാധവിക്കുട്ടിയുടെ പ്രണയത്തിലെ ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രം എടുത്ത് ഇതാണ് പ്രണയം, ഒരു എഴുത്തുകാരി പ്രണയിച്ചേ മതിയാവും എന്നുള്ളൊരു സംഭവം എങ്ങനെയോ ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എനിക്കും തോന്നി ഒരു കാമുകനുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന എനിക്ക് തോന്നി. പക്ഷേ ഒരു കാമുകനുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഇൻസെക്യൂരിറ്റി, അവരുടെ ഇൻസെക്യൂരിറ്റി, ഇവര് വിളിച്ചില്ലെങ്കിൽ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മൊത്തം അതിന് ചുറ്റും കറങ്ങി തിരിഞ്ഞ് സമാധാനമില്ല. അപ്പം മാധവിക്കുട്ടി ആവാൻ ട്രൈ ചെയ്ത് പരാജയപ്പെട്ട അവസ്ഥയാണ്. അത് എനിക്ക് മാത്രമല്ല, എഴുത്തിലേക്ക് വരുന്ന പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. മാധവിക്കുട്ടിയെ കണ്ട് നമ്മുടെ ബ്രെയിൻ എവിടെയോ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാധവിക്കുട്ടി പറഞ്ഞ് പറ്റിച്ച സംഭവമാണ് പ്രണയം എന്ന് കൂടി ഞാൻ പറയാറുണ്ട്. ശരിക്കും പുള്ളിക്കാരി നമ്മൾ പറ്റിച്ചു. പ്രണയം അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. പ്രണയിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പ്രണയമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര സമാധാനമാണ്, ലൈഫ് ചില്ലാണ്. അനുവിൻ്റെ ഇനിയുള്ള ഫ്യൂച്ചർ പരിപാടികൾ എന്തൊക്കെയാണ്? ഒപ്പം നാടും വീടും ആ വിശേഷങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാവുന്നു. വീട്ടിലിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അച്ഛൻ, അമ്മ, ചേച്ചി, ഇതാണ് എൻ്റെ ലോകം. ഇവരാണ് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയെ പോലെ ഒരാളില്ലെങ്കിൽ ഞാനില്ല. കാരണം സിനിമ പറഞ്ഞ് നടക്കുന്ന കാലത്ത്, പ്രത്യേകിച്ച് വരുമാനമില്ലാത്ത കാലത്തൊക്കെ എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു. കുറേ പേര് എന്നെ അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കൊടുത്തു, മോളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കല്യാണം കഴിപ്പിക്കുക. അപ്പം അമ്മ പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾ പോട്ടെ. അത് കഴിഞ്ഞ് പിന്നീട് ചേച്ചിയാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് അവൾ ഏൺ ചെയ്യും, അവൾ എന്നെ നോക്കും, എന്നെ ക്രിയേറ്റീവായിട്ട് പോകാൻ വേണ്ടി അവൾ വിട്ടു. അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടു, പക്ഷെ അച്ഛന് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഫാമിലി നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് ഡയറക്റ്റായിട്ട് ഇപ്പോൾ എഴുത്തിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട്, എൻ്റെ അച്ഛൻ്റെ ചെറിയ പെങ്ങളുടെ മോനാണ് ബൈജു ഏട്ടൻ. ഏട്ടൻ എന്നെ പഠിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വിളിച്ചൊരു കോംപ്ലിമെൻറ്റ് തരും. നമ്മൾ ഒരുപാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾക്ക് ഒരു സപ്പോർട്ട് തന്നാൽ മതി. ഇപ്പം ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന ഒരാളാണ്. ഞാനൊരു വികാര ജീവി എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് വാലിഡേഷൻ ആവശ്യമാണ് എൻ്റെ സർക്കിളിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന്. അപ്പോൾ ഏട്ടൻ വിളിക്കും, ഈ പറയുന്ന എനിക്കൊരു വാലിഡേഷൻ തരും. എൻ്റെ ഏട്ടൻ്റെ മോനുണ്ട്, രാജുവേട്ടൻ എന്ന് വിളിക്കും, വിനോദ് എന്നാണ് പേര്. രാജുവേട്ടനൊക്കെ ആണെങ്കിൽ ഹാപ്പിനെസ് കാണിക്കും. എനിക്ക് ആ ഒരു വാലിഡേഷൻ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കത് എക്സ്പ്രസ് ചെയ്ത് കാണാനാണ് ഇഷ്ടം. ആരെങ്കിലും മുഖം കറപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും. പിന്നെ നാടിൻ്റെ സപ്പോർട്ട് ചോദിച്ചാൽ അതിപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു എഴുത്തുകാർക്ക് ഇപ്പം വേണ്ട രീതിക്ക് സപ്പോർട്ട് എല്ലായിടത്തും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. ഇപ്പം നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഡയറക്റ്റ് മനസ്സിലാവും എന്താണ് അതിൻ്റെ മൂല്യമെന്ന്. അപ്പം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കാർക്ക് ഡയറക്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എഴുതിയത് വായിച്ച് സമയമെടുത്ത് മനസ്സിലാക്കി ചിലപ്പോൾ കാലങ്ങൾ കൊണ്ടായിരിക്കും ഇവരിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്കത് അവരുടെ പ്രശ്നമല്ല, ആ ഒരു എഴുത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അടുത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയ പ്രോഗ്രാം നടത്തി. കെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകൻ, അദ്ദേഹം മകരക്കൊയ്ത്തെന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടത്തി. ആ നാട്ടിലുള്ള കലാകാരന്മാരെ മാത്രം വിളിച്ചു കൂട്ടിയിട്ട് പരസ്പരം പരിചയപ്പെടുത്തുക, സംസാരിക്കുക, സംവാദം നടത്തുക. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ നാട്ടിൽ ഇത്രയും കലാകാരന്മാരുണ്ടെന്ന് ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പം കലയെ കുറച്ചും കൂടി അടുത്തറിയുന്നവർ, എഴുത്തുകാർ തമ്മിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എഴുത്തെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നൊക്കെ. ആ ഒരു സംഭവം നമ്മൾ സ്ഥിരമായിട്ട് നാട്ടിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കിട്ടാത്തപ്പോൾ നമുക്ക് വിഷമമൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് എത്തുക. അപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ വേണ്ട രീതിക്ക് എഴുത്തിൻ്റെ കാര്യത്തിലൊന്നും പരിഗണിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അച്ഛൻ കുറേ സീരിയൽ എഴുതിയിട്ടുണ്ട്, സിനിമയുടെ ഭാഗമായിട്ടുണ്ട്, നാടക പ്രവർത്തകരായിരുന്നു, അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു അർഹിക്കുന്ന രീതിക്കുള്ള ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു അംഗീകാരം നമ്മൾ നിൽക്കുന്ന സ്പേസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ഫീലേ എനിക്കിതുവരെ വന്നിട്ടില്ല. നിലവിൽ എനിക്ക് തോന്നാറില്ല. അതിലാരും തെറ്റ് പറയാനില്ല. അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ, അല്ലാത്തവർ വിട്ടുകളയുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അനു പുതിയ നോവലിൻ്റെ എഴുത്ത് പരിപാടികളിലാണെന്നറിയാം, സിനിമേൻ്റെ അണിയറയിലുമാണെന്നറിയാം. അപ്പോൾ രണ്ടും സംഭവിക്കട്ടെ ഈ വർഷം തന്നെ. എല്ലാവിധ ആശംസകൾക്കും. താങ്ക് യു.